നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള, ആരോഗ്യ ഗുണങ്ങളുള്ള ദ്രാക്ഷാരിഷ്ടത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ദ്രാക്ഷാരിഷ്ടത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, ആർക്കെല്ലാം ഉപയോഗിക്കാം, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, എത്ര ഡോസേജിൽ നമുക്ക് കഴിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ദ്രാക്ഷാരിഷ്ടം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ദ്രാക്ഷയാണ്. ദ്രാക്ഷ എന്നാൽ മുന്തിരിങ്ങ എന്നാണ് അർത്ഥം. ദ്രാക്ഷ ഫലോത്തമ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതായത് പഴങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മുന്തിരിങ്ങ പഴമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മുന്തിരിങ്ങ വെച്ച് ചേർത്തുണ്ടാക്കിയ അരിഷ്ടത്തിനും അതുപോലെ തന്നെ ധാരാളം ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വിളർച്ച അഥവാ രക്തക്കുറവ് മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമാണ് ദ്രാക്ഷാരിഷ്ടം. അനീമിയ മൂലം, അതായത് ഹിമോഗ്ലോബിൻ, ബ്ലഡിൽ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകൾക്കും, അതായത് തലവേദന, തലചുറ്റൽ, അമിതമായ ക്ഷീണം, ചെറിയ ജോലികൾ ചെയ്താൽ വരെ നന്നായിട്ട് ഒരു ക്ഷീണം അനുഭവപ്പെടുക, ചെറുതായിട്ട് നടക്കുമ്പോൾ തന്നെ കിതപ്പ് അനുഭവപ്പെടുക, അതായത് HBയുടെ അളവ്, രക്തക്കുറവ് മൂലമുണ്ടാകുന്ന എല്ലാ ലക്ഷണങ്ങളും പരിഹരിക്കാൻ ദ്രാക്ഷാരിഷ്ടത്തിന് വലിയ പങ്കുണ്ട്. അതുപോലെ ദ്രാക്ഷാരിഷ്ടത്തിൻ്റെ കൂടെ യുക്തമായ മറ്റ് ഔഷധങ്ങളും ചേർത്ത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഗുണം ഇരട്ടിയായിട്ട് കിട്ടുന്നത് കാണാം. അതായത് ലോഹാസവത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴൊക്കെ നല്ല മാറ്റം, പ്രകടമായ മാറ്റം, 3 ആഴ്ച കൊണ്ട് തന്നെ ലോ HB ആയിരുന്നത് ഒക്കെ ഹിമോഗ്ലോബിൻ്റെ അളവ് കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ശ്വാസസംബന്ധമായ അസ്വസ്ഥതകൾ, വിട്ടുമാറാത്ത ചുമ, ശ്വാസമുട്ട്, കിതപ്പ്, അതുപോലെ നമുക്ക് പറയാം ഉരക്ഷതം, അതായത് നമ്മുടെ നെഞ്ചിനേൽക്കുന്ന ക്ഷതങ്ങൾ വീണിട്ടുള്ളതാകാം. അപ്പം അങ്ങനെ ഏൽക്കുന്ന ക്ഷതങ്ങൾക്കൊക്കെ ദ്രാക്ഷാരിഷ്ടം വളരെ ഫലപ്രദമാണ്. ഉണക്കമുന്തിരി പ്രധാന ചേരുവയായി അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ശരീരത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ക്ഷീണം അകറ്റുന്നതിനും ഓജസ്സും തേജസ്സും വർദ്ധിപ്പിക്കുന്നതിനും വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ദഹന സംബന്ധമായ എല്ലാ അസ്വസ്ഥതകൾക്കും ദ്രാക്ഷാരിഷ്ടം സേവിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് വിശപ്പ് കുറവുള്ളവർക്ക്, അതിൽ വായിക്ക് അരുചിയുള്ളവർക്ക് ഒക്കെ ഇത് ഉപയോഗിക്കാം. അതുപോലെ ചെറുതായിട്ടുള്ള ഗ്യാസ് ട്രബിൾസ് ഒക്കെ, വായുവിൻ്റെ ശല്യമുള്ളവർക്കും ദ്രാക്ഷാരിഷ്ടം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മലശോധന നന്നായിട്ട് നടക്കാത്തവർക്കും ദ്രാക്ഷാരിഷ്ടം ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഉണക്കമുന്തിരി കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും ഉണക്കമുന്തിരി തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ അത് ഞെരടി പിഴിഞ്ഞ് പിള്ളേർക്ക് കൊടുക്കാറുണ്ട്, മലബന്ധത്തിന് ഒരു ഇതായിട്ട്. അപ്പം മലശോധനയ്ക്ക് പ്രധാനമായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധം തന്നെയാണ് ദ്രാക്ഷാരിഷ്ടം. ആർത്തവത്തിന് മുൻപുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതായത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്. പല സ്ത്രീകളിലും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ് ദ്രാക്ഷാരിഷ്ടം. അന്നേരത്തുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾക്കും അതുപോലെ തന്നെ മാനസിക അസ്വസ്ഥതകൾക്കും ഹോർമോണിൻ്റെ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്നതാണ്. എങ്കിൽ തന്നെയും ഈ അരിഷ്ടം സേവിക്കുന്നവരിൽ അത് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മെൻ്റൽ ഇറിറ്റബിലിറ്റി, അത് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം അല്ലെങ്കിൽ വിഷമം, കരച്ചിൽ, ഇതൊക്കെ അതായത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോമിനോടനുബന്ധിച്ചുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകൾക്കും ഒരു പരിഹാരം തന്നെയാണ് ദ്രാക്ഷാരിഷ്ടം. അതുപോലെ ആർത്തവ സമയത്തുണ്ടാകുന്ന അമിതമായ വേദന, വയറുവേദനയ്ക്കൊക്കെ ഈ ദ്രാക്ഷാരിഷ്ടം വളരെ ഫലപ്രദമായ ഒന്നാണ്. അതുപോലെ തന്നെ ഈ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോട്ട് ഫ്ലഷസ്, നൈറ്റ് ഫ്ലഷസ്, അതായത് വേർക്കുക, പൊള്ളുന്ന രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുക, ഇതിനെല്ലാം ഒരു ഉത്തമ പരിഹാരം തന്നെയാണ് ദ്രാക്ഷാരിഷ്ടം. പിത്തം കുറയ്ക്കുന്നതിനുള്ള ഒരു കഴിവ് തന്നെയാണ് ദ്രാക്ഷാരിഷ്ടം ഇതിനെ ഉപയോഗിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ഏത് ഒരവസ്ഥയിലും അവർക്കുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിലൊക്കെ ഈ ദ്രാക്ഷാരിഷ്ടം വളരെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും സേവിക്കാൻ കഴിയുന്ന ഒന്നാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ സേവിക്കാവുന്ന ഒന്ന് തന്നെയാണ് ദ്രാക്ഷാരിഷ്ടം. വളരെ രുചികരമാണ്, അതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ. അവർ വീണ്ടും വീണ്ടും ചോദിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഉണക്കമുന്തിരിയും ശർക്കരയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ അരിഷ്ടത്തിന്.
നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഒരു അളവിൽ കൂടുതൽ ഒരു പറഞ്ഞിരിക്കുന്ന ഡോസേജിൽ കൂടുതൽ കഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളത് വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പോൾ ആദ്യം തന്നെ ചെറിയ ഡോസേജ് കൊടുക്കുക, അവർ വീണ്ടും ചോദിച്ചാൽ കുറച്ചുകൂടെ കൊടുക്കാനായിട്ട്. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരിഷ്ടമാണ് ദ്രാക്ഷാരിഷ്ടം. കുട്ടികളുടെ ക്ഷീണത്തിനും അതുപോലെ മുമ്പ് പറഞ്ഞ വിളർച്ച, രക്തക്കുറവ്, ബലവർദ്ധനമാണ്, ഓജസ് കൂട്ടും. ഇതൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ജനറൽ ടോണിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് മറ്റ് അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ 30 മില്ലി വീതം രാവിലെയും വൈകിട്ടും ആഹാരശേഷം ഉപയോഗിക്കാവുന്നതാണ് മുതിർന്നവരിൽ. കുട്ടികളിൽ അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സേവിക്കുന്നതായിരിക്കും നല്ലത്. അവരുടെ വയസ്സും അവരുടെ ആ ഒരു അഗ്നിബലവും ദേഹബലവും ഒക്കെ അനുസരിച്ചിട്ട് വേണം ഡോസേജ് നിശ്ചയിക്കാൻ. മുതിർന്നവർക്കും ഇത് എന്താ പറയുക, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡോസേജാണ് പറഞ്ഞത്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തവർക്ക്. എന്നിരുന്നാലും ഇതൊരു ആയുർവേദ ഔഷധമായതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉള്ളിലേക്ക് സേവിക്കാവൂ. ഇനി ആർക്കെല്ലാം ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവർ, ഒന്നാമതായിട്ട് തന്നെ പ്രമേഹ രോഗികളാണ്. ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത്രയ്ക്കും മധുരം കൂടിയതാണ്. ശർക്കരയും ഉണക്കമുന്തിരിയൊക്കെ ചേർന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മധുരമുണ്ട്. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഔഷധമല്ല ദ്രാക്ഷാരിഷ്ടം. അതുപോലെ ഗർഭിണികളും മുലയൂട്ടുന്നവരും ഒക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അസിഡിറ്റിയും നെഞ്ചിരിച്ചിൽ, പുളിച്ചു തകട്ടിൽ അങ്ങനെ കൂടുതലായിട്ടുള്ളവരും ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. മുന്തിരിങ്ങയിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയുള്ള ഒരു അരിഷ്ടമാണ്. അപ്പോൾ ഈ അരിഷ്ടം സേവിക്കുന്നത് കൊണ്ട് നമുക്ക് യൗവനം നിലനിർത്താനും ജരാനരകൾ ബാധിക്കുന്നതിൻ്റെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇനി മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് മുന്തിരി വൈനും ദ്രാക്ഷാരിഷ്ടവും ഒന്ന് തന്നെയാണോ എന്നുള്ളത്. ഒന്ന് തന്നെയല്ല. മുന്തിരി വൈന് അതിൻ്റേതായ ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളുമുണ്ട്. അതിനേക്കാൾ ഏറെ ഔഷധ ഗുണങ്ങളുള്ളതാണ് ദ്രാക്ഷ അരിഷ്ടത്തിന്. കാരണം അതിൻ്റെ നിർമ്മാണ രീതി തന്നെയാണ്. അപ്പോൾ അത് രണ്ടും അതുകൊണ്ട് സെയിം അല്ല. പക്ഷേ രണ്ടും ഗുണങ്ങളുള്ളതാണ്. നമുക്ക് ദഹനശക്തി വർദ്ധിപ്പിക്കാനും അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ് മുന്തിരിങ്ങ വൈനും. അപ്പോൾ ദ്രാക്ഷ അരിഷ്ടത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നും ആർക്കൊക്കെ ഉപയോഗിക്കാം, ആർക്കെല്ലാം ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് സംസാരിച്ചത്. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.